ഓൾ, ഞാൻ രഞ്ജു രാജേഷ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണറാണ്. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 22 ദിവസത്തെ പ്രാക്ടീസസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 23ാമത്തെ പ്രാക്ടീസാണ്. ഇന്നത്തെ പ്രാക്ടീസിൻ്റെ പേര് മാന്ത്രിക വായു എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെടേണ്ടിയിരിക്കുന്നത് എന്തിനോടാണ്? നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു പ്രാണവായുവിനോടാണല്ലേ. നിങ്ങൾ ആരെങ്കിലും ആ ഒരു പ്രാണവായുവിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ആ ഒരു പ്രാണവായു നമുക്ക് തരുന്ന വൃക്ഷങ്ങളോട്, ഈ ഒരു പ്രപഞ്ചത്തോട് നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ആ ഒരു പ്രാണവായുവാണല്ലേ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനം തന്നെ ആ ഒരു പ്രാണനാണ്. നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്താണ് ആ ഒരു പ്രാണവായുവിനോട്, പ്രാണവായുവിനെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ, ആ ഒരു പ്രാണൻ ആ പ്രാണനെ നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കുന്നുവോ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും വളരെ പരിശ്രമമില്ലാതെ തന്നെ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാന്ത്രിക വായു ഇതിൻ്റെ പ്രാക്ടീസിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു 5 പ്രാവശ്യം, ഇന്നത്തെ ഒരു ദിവസം ഒരു 5 പ്രാവശ്യം നമ്മൾ നമ്മുടെ ശ്വാസം നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ ഒരു ശ്വാസം, നമ്മുടെ ആ ഒരു പ്രാണാശ്വാസം എടുക്കുക, ശ്വസിക്കുക, ശ്വാസം എടുക്കുക, ഇൻഹേൽ ചെയ്യുക. എന്നിട്ട് അത് പതുക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് എക്സേൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ എക്സേൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു ലഭിച്ച ആ ഒരു പ്രാണവായുവിന് നമ്മൾ ഈ പ്രപഞ്ചത്തോട്, യൂണിവേഴ്സിനോട് അങ്ങേറ്റം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഫീൽ ചെയ്ത് എന്ത് ചെയ്യുക? നന്ദി പറയുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം, ഒരു ദിവസം 5 പ്രാവശ്യം ഇതുപോലെ ശ്വാസം എടുത്ത് ആ ഒരു ശ്വാസം ആസ്വദിച്ച് ആ ഒരു ശ്വാസം എടുത്ത് അതുപോലെ ആ ഒരു നല്ല ആ ഒരു ഫീലോട് കൂടി എന്ത് ചെയ്യുക? ശ്വാസം വിടുക. എന്നിട്ട് ആ ഒരു പ്രാണവായുവിന് നമ്മൾ എന്ത് ചെയ്യുക? നന്ദി പറയുക. ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് ആ ഒരു പ്രാണവായുവിനോട് നമ്മൾ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ ഏരിയസിലും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് എല്ലാവരും ചെയ്ത് നോക്കുക.